അല്ലാഹുവിന്റെ സ്നേഹം കിട്ടാൻ വല്ല വഴിയുമുണ്ടോ? ഞങ്ങൾ പടച്ച റബ്ബിനെ സ്നേഹിക്കുന്നുണ്ടോ? അല്ലാഹു ഞങ്ങളെ സ്നേഹിക്കുമോ? അല്ലാഹുവിന്റെ സ്നേഹം കിട്ടാൻ വല്ല വഴികളുമുണ്ടോ എന്ന് നബി തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുമ്പോ, വേണോ ചെറുപ്പക്കാരാ, ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബുണ്ടല്ലോ, നിനക്ക് കയ്യും കണ്ണും സമ്പത്തും ആരോഗ്യവും കാറും വീടും ഭാര്യയെയും മക്കളെയും ഭക്ഷണവും തരുന്ന എന്നെയും നിന്നും പടച്ച റബ്ബുണ്ടല്ലോ. ആ അല്ലാഹുവിന്റെ സ്നേഹം നിനക്ക് വേണോ? ആ അല്ലാഹു സ്നേഹിക്കുന്നവരിൽ പെടണോ? നബി തങ്ങൾ പറയുകയാ, 7 നല്ല സ്വഭാവം നബി തങ്ങൾ പറയുകയാ. ഈ പറയുന്ന 7 നല്ല സ്വഭാവം നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടോ? നീ അല്ലാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അല്ലാഹു നിന്നെയും സ്നേഹിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഈ സദസ്സിലിരിക്കുന്ന അല്ലാഹു ഇഷ്ടപ്പെട്ട ചില അടിമകളുണ്ട്. ആ അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. അപ്പൊ അല്ലാഹു ഇഷ്ടപ്പെട്ട അടിമ ആരാ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ തിരിച്ച് അല്ലാഹു നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് നമ്മളൊന്ന് വിലയിരുത്ത്. നമ്മുടെ കൂടെ കിടക്കുന്ന നമ്മുടെ ഭാര്യയ്ക്ക് പോലും നമ്മളോട് ഇഷ്ടമില്ല. കാരണം അത്രയ്ക്ക് നല്ല സ്വഭാവമാണ് നമുക്ക്. നമ്മുടെ രക്തത്തിൽ പിറന്ന നമ്മുടെ മക്കൾ പോലും വാപ്പാനെയും ഉമ്മാനെയും ഇഷ്ടപ്പെടുന്നില്ല. കാരണം നമ്മുടെ സൽസ്വഭാവം അത്രയ്ക്ക് നല്ലതായതുകൊണ്ട്. അപ്പൊ അല്ലാഹു നമ്മളെ സ്നേഹിക്കണമെങ്കിൽ വെറുതെ സ്നേഹിക്കില്ല. ഒരാൾ അല്ലാഹു സ്നേഹിക്കണമെങ്കിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന ചില ഗുണങ്ങളുണ്ട്. 7 നല്ല സ്വഭാവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതിലെ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരട്ടെ അല്ലാഹുവിൻ്റെ സ്നേഹം കിട്ടാനുള്ള വഴി പറഞ്ഞുതരട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു ഇഷ്ടപ്പെടുന്ന അടിമയാകണോ? അല്ലാഹുവിന്റെ സ്നേഹം ഒരു മനുഷ്യന് കിട്ടണമെങ്കിൽ നബി തങ്ങൾ 7 വഴികൾ പറഞ്ഞു തരികയാണ്. 7 വഴികൾ അല്ലാഹു പറഞ്ഞു തരികയാ. അതിലെ ഒന്നാമത്തെ വഴി ഏതെന്നറിയോ? ഉറങ്ങല്ലേടാ ചെറുപ്പക്കാരാ, മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കല്ലേ പെങ്ങള്. അല്ലാഹുവിന്റെ സ്നേഹം കിട്ടാനുള്ള വഴിയാ. ഭർത്താവിന്റെ സ്നേഹമല്ല, ഭാര്യയുടെ സ്നേഹമല്ല, മക്കളുടെ സ്നേഹമല്ല, കൂടപ്പറപ്പിന്റെ സ്നേഹമല്ല, കണ്ടവന്റെ ഭാര്യയുടെ സ്നേഹമല്ല, കൂടെ പഠിക്കുന്ന പെൺകുട്ടിയുടെ പ്രേമമല്ല. ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ സ്നേഹം നിനക്ക് വേണോ? അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടണോ? അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടണോ? അല്ലാഹുവിന്റെ ഇഷ്ടം കിട്ടാനുള്ള വഴി എന്തെന്നറിയോ? ഒരാൾ അല്ലാഹു ഇഷ്ടപ്പെട്ട അല്ലാഹു മുഖറബുൽ അംലാക്കും മലക്ക് ജിബ്രീലിനെ വിളിച്ചിട്ട് അല്ലാഹു പറയുന്നു, ജിബ്രീല്, ഞാൻ സിറാജിനെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ജിബ്രീല്, നീയും ഇഷ്ടപ്പെടണം. ജിബ്രീല്, അല്ലാഹു ജിബ്രീലിനോട് പറയുകയാണ്. ജിബ്രീല് മറ്റുള്ള മലക്കുകളോട് പറയുകയാണ്, ഒരാളെ അല്ലാഹു സ്നേഹിച്ച ഈ ലോകത്തിലുള്ള സർവചരാചരങ്ങളും ആ മനുഷ്യനെ സ്നേഹിക്കുമടോ. അതാണ് അല്ലാഹുവിന്റെ സ്നേഹം. ആ സ്നേഹം കിട്ടാനുള്ള വഴി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ. ഒന്നാമത്തെ വഴി ഏതെന്നറിയോ? ബലാമൻ ഔഫാ ബിഅഹദിഹി. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാ, അല്ലാഹുവിന്റെ സ്നേഹം കിട്ടാനുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയോ? ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ.
അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടാനുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയോ? അള്ളാഹനെ പേടിച്ച് ജീവിക്കണം സഹോദരാ, തഖ്വയുള്ളവനാകണം സഹോദരാ, ജീവിതത്തിൽ ഇഖ്ലാസ് വേണം സഹോദരാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അള്ളയാരാണെന്ന് നീ പഠിക്കൂ. നിനക്ക് അല്ലാഹു ഇന്ന് ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്നാമതായി നിനക്ക് വേണ്ട നല്ല കാര്യം എന്തെന്നറിയോ? അള്ളയാരാണെന്ന് നീ പഠിക്കൂ. നിനക്ക് അല്ലാഹനെ കുറിച്ച് എന്തറിയാ? നിനക്ക് അല്ലാഹനെ കുറിച്ച് എന്തറിയാ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹനെ കുറിച്ച് നമുക്കറിവില്ലല്ലോ, അള്ളയാരാണെന്നറിയില്ലല്ലോ, അല്ലാഹുവിന്റെ സിഫത്തുകൾ നമുക്കറിയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു ആരാണെന്ന് ആദ്യമായിട്ട് പഠിക്കണമല്ലോ. നമ്മളെ പടച്ച റബ്ബാണ് അല്ലാഹ്. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു അറിവ് നിനക്കുണ്ടോ ബാപ്പാ? വെറുതെ നാവ് കൊണ്ട് പറഞ്ഞാ പോരാ, അള്ളയാരാണെന്ന് പഠിക്കണം. അല്ലാഹു ഹൃദയത്തിനകത്തേക്ക് ഇറങ്ങണം, അല്ലാഹു ഹൃദയത്തിനകത്തേക്ക് ഇറങ്ങണം. വെറുതെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനയ്ക്കിറങ്ങാൻ അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് നാവ് കൊണ്ട് പറഞ്ഞാ പോരാ, ഹൃദയം കൊണ്ട് പറയണം സഹോദരാ. മോനെ, ഹൃദയത്തിൽ ഉറപ്പിച്ചു പറയണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് വഴുത കേൾക്കാമെന്നവരോട് പറയുകയാണ്, അള്ളയാരാണെന്ന് പഠിക്കൂ, അള്ളയാരാണെന്ന് പഠിക്കൂ. നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് അള്ള ഇറങ്ങണം പെങ്ങള്. അള്ള ഇറങ്ങിയാ പിന്നെ ആരാകുമെന്നറിയോ? അള്ള ഇറങ്ങിയാൽ ആരാകുമെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഒരാളുടെ ഹൃദയത്തിനകത്ത് അള്ള ഇറങ്ങിയാൽ പിന്നെ ആരായി മാറുമെന്നറിയോ? നിനക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. ഈജിപ്തിന്റെ രാജകുമാരിയായ സുലൈഖ, സുലൈഖയുടെ ചരിത്രം അറിയുമോ മോളെ? സുലൈഖയുടെയും യൂസുഫിന്റെയും പാട്ട് കേൾക്കുന്ന പെങ്ങള്, ആ സുലൈഖയുടെ ചരിത്രം നിനക്കറിയോ? പടച്ചവനെ, യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോ സുലൈഖ മതിമറന്നു പോവുകയാണ്. യൂസുഫിന് വല്ലാത്ത സൗന്ദര്യമാണ്, ആര് കണ്ടാലും കൊതിച്ചു പോകുമല്ലോ. യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് സുലൈഖ എന്ന് പറയുന്ന രാജകുമാരി തന്റെ കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് വിളിച്ചു കയറ്റുകയാ. ആരും കാണാതെ മണിയറയ്ക്കകത്ത് വിളിച്ചു കയറ്റി വാതിലുകൾ അടച്ചു. യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഈജിപ്തിന്റെ ഭരണാധികാരിയായ, ഈജിപ്തിന്റെ രാജകുമാരിയായ സുലൈഖ വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ചു, ശരീരത്തിൽ സുഗന്ധം ധരിച്ചു. കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് കയറി വന്ന യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചു കിടത്തിയിട്ട് സുലൈഖ പറയുന്നു, യൂസുഫേ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാടാ യൂസുഫേ, എനിക്ക് നീ ജീവനാടാ യൂസുഫേ, നീ എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചതാ യൂസുഫേ. ഒരാളും അറിയില്ലടാ, ഈ കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് എന്ത് ചെയ്താൽ ഒരു മനുഷ്യനും കാണില്ല, ഒരു മനുഷ്യനും അറിയില്ല. എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചതാ. രാജകുമാരിയായ സുലൈഖ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് അവിടെ നിന്ന് യാചിക്കുമ്പോ യൂസുഫ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? യൂസുഫ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? സുലൈഖ ഖാല മഅദല്ലാഹ്, സുലൈഖ, ഈ കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് കിടന്ന് എന്ത് ചെയ്താൽ ആരും കാണില്ല എന്ന് നീ പറയുന്നല്ലോ. ആര് കണ്ടില്ലെങ്കിലും അല്ല കാണുന്നുണ്ട് സുലൈഖ. എനിക്ക് അല്ലാഹനെ പേടിയാ സുലൈഖ. ഇന്നി അഖാഫുല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ സുലൈഖയെ തന്റെ ശരീരത്ത് നിന്ന് പിടിച്ചങ്ങ് തള്ളി മാറ്റുകയാണ്. എന്നിട്ട് വീടിന്റെ മണിയറയുടെ റൂം തുറന്നിട്ട് യൂസുഫ് ഇറങ്ങി ഓടാൻ നോക്കുമ്പോ
സുലൈഖ കമീസ് പിടിച്ചു വലിച്ച് കീറുകയാ. ചരിത്രമറിയുമല്ലോ പെങ്ങള്. സുലൈഖയ്ക്ക് ദേഷ്യമായി. പടച്ചവനെ, യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ജയിലറയ്ക്കകത്ത് അടച്ചല്ലോ. വർഷങ്ങളോളം ജയിലിനകത്ത് കിടന്നല്ലോ. ഒരുപാട് കൊല്ലം കഴിഞ്ഞു. യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ ഭരണാധികാരിയായി. ഇനിയാണ് ചരിത്രം പഠിക്കേണ്ടത്. സുലൈഖ യൂസുഫിനെ കേറി പിടിച്ച ചരിത്രമല്ലേ നിനക്കറിയോ? എന്നാൽ ഇനിയൊരു ചരിത്രമുണ്ട് പെങ്ങള്. സുലൈഖ സാധാരണ ഒരു പെണ്ണായിരുന്നില്ല. സുലൈഖയെ നീ മോശക്കാരിയായി കാണരുത്. ഈജിപ്തിന്റെ ഭരണാധികാരിയായി യൂസുഫ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് അധികാരമേൽക്കുകയാ. സുലൈഖാന വിവാഹം കഴിക്കുകയാ. സുലൈഖാന വിവാഹം കഴിക്കുകയാ. സുലൈഖ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയാവുകയാണ്. പക്ഷേ മണിയറയ്ക്കകത്ത് ചെല്ലുമ്പോ സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹയെ യൂസുഫ് നബി അലൈഹിസ്സലാം വിവാഹം കഴിച്ചു. എന്നിട്ട് മണിയറയിലേക്ക് ചെല്ലുമ്പോൾ സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹ യൂസുഫ് നബിയുമായിട്ട് സഹകരിക്കുന്നില്ല. ഒരു ഭർത്താവിനോട് ഭാര്യ സഹകരിക്കേണ്ട രീതിയിൽ സുലൈഖ ബീബി റളിയല്ലാഹു തആല യൂസുഫ് നബിയോട് സഹകരിക്കുന്നില്ല. അപ്പൊ യൂസുഫ് നബി അലൈഹിസ്സലാം ചോദിച്ചു, സുലൈഖ, അല്ലാഹു ഹറാമാക്കിയിരുന്ന സമയത്ത് നീ എന്നെ കേറി പിടിച്ചവളാ. അല്ലാഹു എന്നെ ഹറാമാക്കിയിരുന്ന സമയത്ത് എന്നോടുള്ള മോഹം കാരണം നീ കേറി എന്നെ പിടിച്ചവളാ. ഇന്ന് നമുക്ക് രണ്ടുപേർക്കും എന്തും ചെയ്യാനുള്ള അനുവാദം അല്ല തന്നിട്ടുണ്ട്. ഇന്ന് ഹലാല, നീ എൻ്റെ ഭാര്യ, ഞാൻ നിന്റെ ഭർത്താവ്, നമുക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം. എന്തു പറ്റി സുലൈഖ നിനക്ക്? എന്തുകൊണ്ടാണ് നീ എന്നോട് സഹകരിക്കാത്തത്? യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, എന്തുകൊണ്ടാ എന്നെ ഇത്രയും പ്രേമിച്ച് നടന്ന നീ ഇന്നെന്തുകൊണ്ട് എന്നോട് സഹകരിക്കുന്നില്ല? അപ്പോഴാണ് സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? യൂസുഫേ, അന്ന് നിന്നെ കയറി പിടിക്കാനുള്ള കാരണം എൻ്റെ ഹൃദയം മുഴുവനും നീയായിരുന്നു. നിന്നോടുള്ള പ്രേമമായിരുന്നു, നിന്നോടുള്ള പ്രണയമായിരുന്നു, നിന്നോടുള്ള മോഹമായിരുന്നു. എൻ്റെ ഹൃദയം മുഴുവനും നീയായിരുന്നു. അതുകൊണ്ടാണ് നിന്നെ ഞാൻ കയറി പിടിച്ചത്. പക്ഷേ ഇന്ന് എൻ്റെ ഹൃദയത്തിൽ നീയല്ല. ഇന്നെൻ്റെ ഹൃദയം മുഴുവനും നീയല്ല. എൻ്റെ ഹൃദയം മുഴുവനും അള്ളാഹുവാണ് യൂസുഫെ. അതുകൊണ്ടാണ് എനിക്ക് നിന്നോട് സഹകരിക്കാൻ പറ്റാത്തത് എന്ന് മഹദി സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹ. ഇതാണ് അള്ളാഹ്, ഇതാണ് അള്ളാഹ്. ഒരാളുടെ ഹൃദയത്തിനകത്ത് അള്ളാഹ് കയറിക്കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ ഒന്നിൻ്റെയും ആവശ്യം അവർക്കില്ല. അള്ളാഹു ഹൃദയത്തിനകത്ത് കയറണം. അള്ളാഹു ഹൃദയത്തിനകത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ ആരാടാ നമുക്ക് പിന്നെ എന്താണ് ചിന്തിക്കാനുള്ളത്? വയല് കേൾക്കാമെന്ന ഉപ്പാ കടത്തിണ്ണയിൽ ഒരുമിച്ച് കൂടുമ്പോ അള്ളാടെ പള്ളിയുടെ അസറ നമസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ വെളിയിലിറങ്ങിയിട്ട് പള്ളിയുടെ മുറ്റത്ത് വെച്ച് നീ ചർച്ച ചെയ്യുന്ന വിഷയമേതെന്നറിയോ? ഏക സിവിൽ കോഡ് വരാൻ പോകുകയാണ്. പടച്ചവനെ, പൗരത്വ ബില്ല് വരാൻ പോകുന്നു. ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ പോകുന്നു. നിനക്ക് പേടിയാ? നിന്റെ ഭയം അതാണോ സഹോദരാ? പടച്ചവനെ, ഈ ശത്രുക്കൾ മുഴുവനും അധികാരം പിടിച്ചെടുക്കുകയാണ്. നമ്മളൊക്കെ എന്തു ചെയ്യും? എങ്കിലും വാപ്പാ, നിനക്കല്ലാനറിയോ? ഒരാളുടെ ഹൃദയത്തിനകത്ത് അല്ല കേറിയാ അവർക്ക് അല്ല കൊടുക്കുന്ന ഒരു പ്രതിഫലം എന്തെന്നറിയോ? അലാ ഇന്ന ഔലിയാ അല്ലാഹു ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഒരാളുടെ ഹൃദയത്തിനകത്ത് അല്ല കേറിയ അവൻ അല്ല കൊടുക്കുന്ന ഒരു പ്രതിഫലമുണ്ടോ? അല്ല അവന് കൊടുക്കുന്ന ഒരു മഹത്വമുണ്ടോ? ആ പ്രതിഫലം ഏതെന്നറിയോ? ഈ ലോകത്ത് അവൻ അല്ലാഹുവിനെ അല്ലാതെ ആരെയും പേടിയില്ല. ഒരാളുടെ
ഒരാളുടെ ഹൃദയത്തിനകത്ത് അല്ല കയറിക്കഴിഞ്ഞ, ഈമാൻ ഉറച്ചു കഴിഞ്ഞ, ഈ ലോകത്തവൻ അല്ലാനെ അല്ലാതെ ആരെയും അവന് ഭയമില്ല, ഒരു ഭരണാധികാരിയും അവന് പേടിയില്ല, എത്ര വലിയ ശത്രുവിനെയും അവന് പേടിയില്ല. ഈ ലോകത്തവൻ അല്ലാനെ അല്ലാതെ ആരെയും അവന് ഭയപ്പെടാറില്ല. അത് അല്ല കൊടുക്കുന്ന ഒരു ശ്രേഷ്ഠതയാ, അല്ല കൊടുക്കുന്ന ഒരു സ്ഥാനമാ. നിങ്ങൾക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ തങ്ങളുടെ ചരിത്രം അറിയില്ലേടാ ചെറുപ്പക്കാരാ? ഖത്താബിന്റെ മകൻ ഉമറു, കാട്ടാളനായ ഉമറു, കരുണയില്ലാത്തവനായ ഉമറു. ഉമറിന്റെ സ്വഭാവം എന്തായിരുന്നെന്നറിയോ? പെങ്ങളെ, പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങള് അതാ കടന്ന് കരയുകയാണ്, ഭക്ഷണം കഴിക്കാതെ കരയുകയാണ്. ഉമ്മ പറയും, ഖത്താബിന്റെ മകൻ ഉമർ വരുന്നു, ഖത്താബിന്റെ മകൻ ഉമർ വരുന്നു എന്ന് പറഞ്ഞ കരയുന്ന കുഞ്ഞ് കരച്ചല് നിർത്തും. പെങ്ങളെ, ഉറങ്ങാത്ത കുഞ്ഞ് ഉറങ്ങും. പെങ്ങളെ, ഭക്ഷണം കഴിക്കാത്ത മക്കള് ഭക്ഷണം കഴിക്കും. പെങ്ങളെ, ആ കുഞ്ഞുങ്ങൾക്ക് പോലും ഖത്താബിന്റെ മകൻ ഉമറിനെ പേടിയാ. ഉമർ തങ്ങളുടെ സ്വഭാവം നിങ്ങൾക്കറിയണോ? ഉമർ ആരായിരുന്നെന്നറിയണോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അയൽവാസികളുടെ മുമ്പിൽ ഒരാൾ ഓടി വന്നിട്ട് പറയുകയാ, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. അയൽവാസി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി എന്ന് പറഞ്ഞപ്പോ അയൽവാസി പറഞ്ഞ മറുപടി എന്താ? എന്റെ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന കഴുതയുണ്ടല്ലോ, ഈ വീടിന്റെ മുമ്പിൽ കെട്ടിക്കെട്ടിരിക്കുന്ന കഴുതയുണ്ടല്ലോ, ഇത് മുസ്ലിമായെന്ന് നിങ്ങൾ പറഞ്ഞാ ഞാൻ വിശ്വസിക്കാം. എന്റെ വീട്ടിൽ വളർത്തുന്ന കഴുത മുസ്ലിമായെന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കും. പക്ഷേ ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായെന്ന് പറഞ്ഞാ വിശ്വസിക്കൂല. കാരണം ഉമർ അങ്ങനെയായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവര്, ഉമർ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുക്കാൻ പോകുകയാണ്. ഊരി പിടിച്ച വാളുമായി അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയെടുക്കാൻ വരുന്നു എന്ന് കേൾക്കുമ്പോ സ്വഹാബികളുടെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. അവര് ഭയന്നു പോയി. ഉമറാണ് വരുന്നത്, ഉമറാണ് വരുന്നത്. കരുണയില്ലാത്തവനാണ്, കാട്ടാളനാണ് ഉമർ. ഉമർ വരുന്നു എന്ന് കേൾക്കുമ്പോ എല്ലാവരും ഭയക്കുകയാ. സ്വഹാബികൾ അവിടെ നിന്ന് പേടിക്കുകയാ. പടച്ചവനെ ഊരിപ്പിടിച്ച വാളുമായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ മുറ്റത്തേക്ക് വരുമ്പോ തടയുകയാ, തടയുകയാ. ആരാ തടഞ്ഞതെന്നറിയോ? മഹാനായ സയ്യിദുനാ ഹംസ റളിയല്ലാഹു തആല അൻഹു. ഹംസ റളിയല്ലാഹു തആല അൻഹു ഊരിപ്പിടിച്ച വാളുമായി നബി തങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ഉമറിനെ തടഞ്ഞു നിർത്തുകയാണ്. എന്നിട്ട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഉമറേ, മുസ്ലിമാകാൻ വന്നതാണെങ്കിൽ അകത്ത് കയറിക്കോ, മുസ്ലിമാകാൻ വന്നതാണെങ്കിൽ നിനക്ക് നബി തങ്ങളുടെ മുമ്പിൽ പോയി മുസ്ലിമാകാം, ജീവനോടെ തിരിച്ചു പോകാം. അല്ല, നബി തങ്ങളെ എന്തെങ്കിലും ചെയ്യാൻ വന്നതാണെങ്കിൽ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ പിടിച്ചു നിർത്തിയിട്ട് ഹംസ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, മുസ്ലിം ആകാൻ വന്നതാണെങ്കിൽ അകത്ത് കയറി ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിം ആയിക്കോ, പൊക്കോ. നബിതങ്ങളെ എന്തെങ്കിലും നീ ചെയ്ത ജീവനോടെ ഇതിനകത്ത് നിന്ന് പോകില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്. ലോകത്താദ്യമായിട്ട ഉമറിനോട് ഇങ്ങനെ ഒരാൾ പറയുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ആദ്യമായിട്ട ഒരാൾ തടഞ്ഞു നിർത്തിയിട്ട് പറയുന്നത്, നിന്നെ ഞാൻ കൊന്നുകളയുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമർ തങ്ങൾ തന്നെ ചോദിച്ചു, നിനക്ക് ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടി? നിനക്ക് ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടി? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാളുടെ ഹൃദയത്തിനകത്ത് അല്ല ഇറങ്ങിക്കഴിഞ്ഞാൽ
അവൻ അള്ളാനെ അല്ലാതെ ഈ ലോകത്താരെയും ഭയക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പിന്നെ അവൻ അള്ളാനെ മാത്രമേ പേടിയുള്ളൂ, വേറെ ഒന്നിനെയും അവൻ ഭയക്കൂല. അതൊരു ഈമാൻ കിട്ടുമ്പോൾ അള്ള കൊടുക്കുന്ന ഒരു പദവിയാ. ഒരാളുടെ ഹൃദയത്തിനകത്ത് അള്ള കയറി കഴിയുമ്പോൾ അള്ള കൊടുക്കുന്ന വലിയൊരു സ്ഥാനമാത്. ഭയമില്ലടോ, ഒന്നിനെയും പേടിയില്ല. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒന്നിനെയും അവന് ഭയപ്പെടില്ല, അവന് മരണവും പേടിയില്ല, ഒന്നിനും അവന് പേടിയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ ഒരു ഈമാൻ, അതാണ് ഹൃദയത്തിനകത്ത് ഈമാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ. മഹാനായ ഹജ്ജാജ്, മഹാനായ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു തആല അൻഹു, ചെറുപ്പക്കാരനായ സഹാബിയ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു തആല അൻഹു, ഹജ്ജാജ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രു പിടിച്ചുകൊണ്ടുപോയി. ഹജ്ജാജ് പിടിച്ചുകൊണ്ടുപോയി. പ്രവാചകനാണെന്ന് വാദിക്കുന്നവനാ ഹജ്ജാജ് കൊട്ടാരത്തിൽ കൊണ്ടുപോയിട്ട് സഈദ് ബിൻ ജുബൈറിനോട് പറഞ്ഞു, ഞാൻ പ്രവാചകനാണെന്ന് നീ പറയണം. സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, കൊന്നാലും ഞാൻ പറയൂല, നീ എന്നെ കൊന്നാലും ഞാൻ പറയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹജ്ജാജിനോട് പറയുന്നയടാ നീ കള്ളനാടാ. തന്റെ അനുയായികൾ മുഴുവനും നിൽക്കുമ്പോ ഹജ്ജാജിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാ, നീ കള്ളനാ, നീ കള്ളനാ, നീ കള്ളപ്രവാചകനാ. പടച്ചവനെ, ഹജ്ജാജ് നാണം കെടുകയാണ്. ഹജ്ജാജ് പറഞ്ഞു, ഇവനെ പിടിച്ചുകെട്ട് എന്റെ കണ്ണിന്റെ മുമ്പിൽ വെച്ചിട്ട് ഇവന്റെ കഴുത്ത് വെട്ടി മുറിക്കൂ. സുബ്ഹാനല്ലാഹ്. ഹജ്ജാജിന്റെ മുമ്പിൽ തന്നെ മഹാനായ സഈദ് ബിൻ ജുബൈർ തങ്ങളുടെ കൈകാലുകൾ കെട്ടിക്കൊണ്ടു വന്നു. പടച്ചവനെ, തലവെക്കുകയാണ്. എന്നിട്ട് തലവെട്ടി മുറിക്കാൻ പോകുകയാണ്. ഉരുപിടിച്ച വാളുമായി മഹാനായ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ തലവെട്ടാമെന്ന മനുഷ്യനുണ്ടല്ലോ, അവന്റെ കൈവിറയ്ക്കുകയാ. കാരണം സഈദ് ബിൻ ജുബൈർ തങ്ങളെ ചിരിക്കുകയാ. പടച്ച റബ്ബേ, ഹജ്ജാജ് പറഞ്ഞു, ഞാൻ വെട്ടാ, എനിക്കൊരു പേടിയുമില്ല, ഞാൻ അവന്റെ തല വെട്ടി മുറിക്കാം. പടച്ചവനെ, സഈദ് ബിൻ ജുബൈർ തങ്ങളുടെ തല വെട്ടി മുറിക്കാൻ ഹജ്ജാജ് ഇറങ്ങി വരികയാണ്. ആ കഴുത്തിലേക്ക് കഥാ വാളപടന്ന് വെട്ടിയിറക്കുകയാ. സഈദ് ബിൻ ജുബൈർ തങ്ങൾ അവിടുന്ന് ഷഹീദാകുമ്പോ പൈപ്പ് പൊട്ടിയിട്ട് വെള്ളമൊഴുകുന്നത് പോലെ രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. പടച്ച റബ്ബേ, അതാ ഹജ്ജാജ് വൈദ്യന്മാരെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ഒരുപാട് പേരെ നമ്മൾ തലവെട്ടി കൊന്നിട്ടുണ്ട്, ഒരാളുടെയും രക്തം ഇവിടെ നിന്ന് നിറഞ്ഞു പുറത്തേക്ക് പോയിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരാളുടെ രക്തം ഈ കാണുന്ന സ്ഥലം നിറഞ്ഞു പുറത്തു പോകുന്നത്. അതുകൊണ്ട് എന്തേ അതിന്റെ കാരണമെന്ത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഹജ്ജാജിന്റെ കൊട്ടാരത്തിലെ വൈദ്യന്മാര് പറഞ്ഞതെന്തെന്നറിയോ? നമ്മൾ ഒരാളെ കൊല്ലാൻ കൊണ്ടുവരുമ്പോ അവൻ പേടിച്ചു മരിച്ചു പോകും. 80% മരിച്ച ഒരുത്തനെ കൊണ്ടുവന്നിട്ടാ തലവെട്ടുന്നത്. പക്ഷേ ഈ സഈദ് ബിൻ ജുബൈറിന് പേടിയില്ല, മരിക്കാൻ പേടിയില്ല, വല്ലാത്ത ഒരു ധൈര്യമാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹു ഹൃദയത്തിനകത്തേക്ക് ഇറങ്ങട്ടെ മോനെ. ആരാണ് അല്ലാഹ് എന്ന് പഠിക്കടാ, അല്ലാഹ് ആരാണെന്ന് പഠിക്കടാ ചെറുപ്പക്കാരാ. എന്തിനാ നീ പ്രതീക്ഷ കൈവിടുന്നത്? ഇന്നത്തെ ചെറുപ്പക്കാര് ജീവിതത്തിൽ ഒരു പ്രയാസം വരുമ്പോ താങ്ങാൻ പറ്റുന്നില്ലല്ലോ, റൂമിനകത്ത് കയറി വാതിലടയ്ക്കുകയാണ്, ആത്മഹത്യ ചെയ്യുകയാണ്.
പരീക്ഷയ്ക്ക് തോറ്റാ നരമ്പ് മുറിക്കുകയാ, വിഷമടിക്കുകയാ, ജോലി നഷ്ടപ്പെട്ട ആത്മഹത്യ ചെയ്യുകയാ. ഇല്ല ചെറുപ്പക്കാരാ, അല്ലാഹ് ആരാണെന്ന് പഠിക്കണം മക്കള്. ഉപ്പമാരേ, അല്ലാഹു അമാനത്തായി നൽകിയിരിക്കുന്ന പൊന്നാര മക്കള് നശിപ്പിച്ച് കളയുന്ന വാപ്പാ, നശിപ്പിച്ച് കളയുന്ന പെങ്ങള്. നിന്റെ മക്കളെ നശിപ്പിച്ചത് നീയല്ലേ പെണ്ണ്? അതാ മക്കള് ഭക്ഷണം കഴിക്കണമെങ്കിൽ മൊബൈൽ കൊടുക്കണമല്ലോ, ചുമ്മാതെ ഇരിക്കണമെങ്കിൽ മൊബൈൽ കൊടുക്കണമല്ലോ. മൊബൈൽ കൊടുത്ത് തന്റെ മക്കളെ പഠിപ്പിച്ച ഉമ്മ കണ്ണുനീര് കുടിക്കുന്നത് കണ്ടില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, വളാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലം ഇവിടെ പരിസരത്താണല്ലോ. ഇവിടെയല്ലേ തൊപ്പി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അല്ലാഹുവേ, ഇസ്ലാമിന്റെ ശിആറായ തൊപ്പിയുണ്ടല്ലോ, ആ തൊപ്പിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ എന്തു ഭാഷയാടോ പറയുന്നത്? മ്ലേച്ഛമായ, വൃത്തികെട്ട, മോശമായ, കേട്ടാൽ അറപ്പ് തോന്നുന്ന വാക്കുകൾ പറയുമ്പോ അല്ലാ, അവന് ജയ് വിളിക്കാം. 30-കാരനല്ല, 25-കാരനല്ല, 55-കാരനല്ല. വളരെ വൃത്തികെട്ട പാട്ടുകൾ പാടുമ്പോ അവന് ജയ് വിളിക്കാൻ പോയത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളാ. 8ലും 9ലും 10ലും പഠിക്കുന്ന നമ്മുടെ പൊന്നാര മക്കളുണ്ടല്ലോ. നമ്മളൊക്കെ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി വളർത്തുന്ന നമ്മുടെ പൊന്നാര മക്കളുണ്ടല്ലോ. എന്തു പറ്റി സമുദായമേ? എന്തിനാ അവനെ കുറ്റം പറയുന്നത്? അവനെ ഞാനും നിങ്ങളും കുറ്റം പറയണ്ട. ആ ചെറുപ്പക്കാരനെ ഞാനും നിങ്ങളും കുറ്റം പറയണ്ട. അവനെ നന്നാക്കാൻ നമ്മളാരും പോകണ്ട. പക്ഷേ നീ നന്നാക്കേണ്ടത് നിന്റെ മക്കളെയാ. നീ ആദ്യം നിന്റെ മോനെ നന്നാക്ക്, നിന്റെ മകളെ നന്നാക്ക്. അവർക്ക് മൊബൈൽ കൊടുത്തത് നീയല്ലേ, അവരെ പിഴപ്പിച്ചത് നീയല്ലേ, അവരെ നശിപ്പിച്ചത് നീയല്ലേ. അല്ലാഹുവോട് മക്കള് പറയുന്നു, അല്ലാ, എന്നെ പിഴപ്പിച്ചതെന്റെ വാപ്പയാ, എന്നെ നശിപ്പിച്ചതെന്റെ ഉമ്മയാ. ഇവരെ ആദ്യം നരകത്തിലെറിയണേ അല്ലാ.